ആറാമത്തത് വഹുസ്നുൽ കലാം, നല്ല വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കഫുൽ അദ എന്നതിന്റെ ബാക്കി തന്നെയാണ് ഇതൊക്കെ. വഹുസ്നുൽ കലാം, നല്ല വാക്ക് പറയുക, വഴിയിൽ കാണുന്ന ആളുകളോട് നല്ല വാക്ക് പറയുക എന്നത് നമ്മൾ ആദാബു ത്വരീഖിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ പോലെ മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മത്, അല്ലാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവൻ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോ നല്ല വാക്ക് പറയുക, അൽ കലിമത്തു ത്വയ്യിബ സദഖത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് നല്ല വാക്ക് പറയുന്ന എന്താണ്, സ്വതക്കയായി അള്ളാഹു ഒരുവൽ നിന്ന് സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് വഴിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോട് അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ പിന്നെ അത് വേറെയും പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മുഅ്മിനിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കിയാൽ അത് അള്ളാഹു സ്വീകരിക്കുന്ന മറ്റൊരു വലിയ പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ്. മുഅ്മിനിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുക, അതിൽപ്പെട്ട കാര്യമാണ് എന്ത്, ആളുകളോട് നല്ല വർത്തമാനം പറയുക എന്നുള്ളത്. പിന്നീട് ഏഴാമതായി പണ്ഡിതന്മാർ ഈ കിതാബിൽ വിശദീകരിച്ചു കാണാം വഇർഷാദുസ് സബീൽ, ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുക. ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുക, അതിന്റെ താഴെ വരുന്ന കാര്യമാണ്. പിന്നെ വഴി കാണിക്കുന്ന ബോർഡുകൾ അതൊക്കെ സ്ഥാപിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ, ഇവിടെയൊക്കെ നമ്മുടെ ഗവൺമെന്റുകൾ അത്തരം സംഗതികൾ ചെയ്യുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ നാട്ടുമ്പുറങ്ങളിൽ കാണാം ആളുകളൊക്കെ എന്ത് ചെയ്യും, പിന്നെ നാട്ടിലുള്ള ക്ലബ്ബുകളും അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ, നാട്ടിൽ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ സൂചനാ ബോർഡുകളൊക്കെ സ്ഥാപിക്കുക, അതുപോലെ തന്നെ പിന്നെ പോകുന്ന ആളുകൾക്ക് കാണാൻ പാകത്തിൽ പിന്നെ വഴി ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡുകളും മറ്റൊക്കെ സ്ഥാപിക്കുക. ഇതൊരു നന്മയാണ്. അത് ചെയ്യാൻ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ ആരാണ്? മുഅ്മിനീങ്ങളായ മുവഹിദുകളായ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളാണ് ആ നന്മ, ഈ നന്മയിലും മുന്നേറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അല്ല നമ്മൾ പറഞ്ഞ പോലെ തിന്മയുടെ ഫുജൂറിന്റെ ആളുകൾ അവർ ചെയ്യേണ്ട പണിയല്ലത്. മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകളാണ് ഇത്തരം കാര്യങ്ങളിലും മുമ്പിൽ ഉണ്ടാകേണ്ടത്. ഇർഷാദുസ് സബീൽ, വഴി പറഞ്ഞു കൊടുക്കുക, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഏഴാമത്തെ ഈ ഇർഷാദുസ് സബീൽ എന്നതിന്റെ ഗണത്തിൽപ്പെടും. എട്ടാമത്തേത് പിന്നെ ഹദീസ് വന്നത് കാണാം വതശ്മീതുൽ ആതിസ്, ഒരാൾ തുമ്മിയാൽ അതിന് മറുപടി പറയുന്നു. ഇത് ഹമിദ് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഒരാൾ തുമ്മിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, റഹ്മക്കല്ലാ എന്ന് പറയേണ്ടതില്ല. മറിച്ച് അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമുക്കത് പറയൽ എന്താവും, അത് പറയൽ നമുക്ക് സുന്നത്താണ്. തശ്മീതുൽ ആതിസ് ഇദാ ഹമിദ, അവൻ ഹംദ് പറഞ്ഞാൽ നമുക്ക് അവനോട് അതിന് മറുപടി പറയൽ റഹ്മക്കല്ലാ എന്ന് പറയൽ ഈ പറയപ്പെട്ട വഴിയോടുള്ള ആദാബിൽപ്പെട്ടതാണ്. മറ്റൊന്ന് വതുഗീസുൽ മൽഹൂഫ്, വിഷമിക്കുന്ന ആളുകളെ, പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കൽ വഴിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു മര്യാദയാണ്. നമുക്കറിയാം വഴിയിൽ മൽഹൂഫ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറയേണ്ട, ഒന്ന് മദ്ലൂം എന്ന അർത്ഥം പറയേണ്ട, എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടയാൾ, അത് വേറെ വരുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷമിക്കുന്ന ആളെന്നാണ്. അതെന്ത് പ്രയാസം കൊണ്ടാകാം, എന്തെങ്കിലും പ്രയാസം കൊണ്ട് വഴിയിൽ വിഷമിക്കുന്ന ആളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ വഴിയിലൂടെ പോകുന്നു, പെട്ടെന്ന് ടയർ കേടുവന്നു, ഒരു വണ്ടി അവിടെ നിർത്തി, അയാൾ പ്രയാസപ്പെടാം. അപ്പൊ മുഅ്മിനായ നമ്മൾ ഓരോരുത്തരും, മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരുമാണ് അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ പ്രയാസപ്പെടുന്ന ആളെ വഴിയിൽ സഹായിക്കൽ അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന വഴിയോടുള്ള ആദാബിൽപ്പെട്ടതാണ്. അതുപോലെ പിന്നീട് പറഞ്ഞു വതഹ്ദുല്ലാൽ, വഴി തെറ്റിയവനെ വഴി കാണിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഇർഷാദുസ് സബീലിന്റെ കീഴിൽ വരുന്നതാണ് വതഹ്ദുല്ലാൽ, വഴി തെറ്റിയ ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പിന്നീട് പറഞ്ഞു വഅയ്നുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക. അയ്നുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക. ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉൻസുറുൽ ളാലിമ വൽ മദ്ലൂം, ളാലിമിനെയും ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ, അങ്ങനെ നബി ഞങ്ങൾ പറഞ്ഞു, നീ നിന്റെ സഹോദരനെ അവൻ ളാലിമാണെങ്കിലും മദ്ലൂമാണെങ്കിലും നീ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, മദ്ലൂം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, എന്താണ് ളാലിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സഹാബത്ത് ചോദിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവന്റെ കൈ പിടിക്കലാണ്, ളാലിമായ അക്രമിയായ ആൾ അവന്റെ കൈ പിടിക്കലാണ് അവനോട് ചെയ്യുന്ന പിന്നെ അവനോടുള്ള പിന്നെ സഹായം എന്ന് പറയുന്നത്. വഴിയിൽ ഒരാൾ ആക്രമിക്കപ്പെട്ടതായി കണ്ടാൽ എന്താണ്, അവനെ നമ്മൾ സഹായിക്കണം. അത് ഈ പറയുന്ന നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കലും
എന്ന് നമ്മൾ ഈ ആദാബിൽ പറഞ്ഞല്ലോ, അതിന്റെ കീഴിൽ തന്നെ വരും. പക്ഷെ ഇത് പ്രത്യേകം ഹദീസ് വന്നിട്ടുള്ളതുകൊണ്ട് ഷെയ്ഖ് ഇവിടെ എടുത്തു കൊടുത്തിരിക്കാൻ. മറ്റൊന്ന് പറഞ്ഞു വഅയ്നു അലൽ ഹുമൂല, വലിയ ചുമട്, വലിയ ഭാരമുള്ള സംഗതികൾ അത് കയറ്റാൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ അത് സഹായിക്കുക. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ മൃഗങ്ങളുടെ പുറത്ത് ധാരാളം ചരക്കുകൾ കൊണ്ടുപോവുക, ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടുപോവുക, അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ ചിലർ അത് പൊന്തിച്ച് വാഹനത്തിൽ കയറ്റാൻ പ്രയാസപ്പെടും, ചിലപ്പോൾ ഒറ്റക്കുള്ള ആളുകളാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ പോയിട്ട് സഹായിക്കുക. അപ്പൊ ചില ആളുകൾ വണ്ടിയൊക്കെ വഴിയിൽ നിന്നിട്ടുണ്ടാവും, അപ്പൊ നമ്മൾ അതിൽ പോകുന്നുണ്ട്, ചിലപ്പോൾ ആളുകൾ ഉന്തിക്കൊണ്ട് പോകുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്, നമ്മളെ കഴിവിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വണ്ടി നിർത്തി നമുക്ക് ആ സഹായിക്കണം. അത് അദാബ് തരീഖിൽ പെട്ടതാണ്, അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞു ദിക്റുല്ലാഹി കസീറ, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം, അതും ഈ പറയുന്ന വഴിയുടെ ആദാബുകൾ പെട്ടതാണ്. ഇതാണ് ആ എണ്ണം ഇട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള 14 കാര്യങ്ങൾ. ഷെയ്ഖ് അബ്ദുൾ റസാഖ് ബദർ ആദാബ് തരീഖിൽ വിശദീകരിച്ചുള്ള കാര്യങ്ങൾ. ഇനി അതിന് പുറമെ അദ്ദേഹം പറയുകയാണ് വമിൻ ഹുഖൂഖ് തരീഖ്, വഴിയുടെ അവകാശങ്ങൾപ്പെട്ടതാണ് ഇമാത്തത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്ന് പറയുന്നു. വഖദ് അദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ശുഅബിൽ ഈമാൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈമാനിന്റെ ഭാഗമായി എണ്ണിയിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ഔ ബിദ്ഉൻ വസിത്തൂന ശുഅബ, ഈമാൻ എന്ന് പറയുന്നത് അത് 70-ൽ പരം അല്ലെങ്കിൽ 60-ൽ പരം ശാഖകളുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും മുന്തിയത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയില്ല. വഅദ്നാഹാ, അതിലേറ്റവും ചെറുത് ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽപ്പെട്ടതാണ് എന്ന് പറയുന്ന ആ ഹദീസ്. ഇനി നോക്കൂ, ഈ ഒരു പ്രവർത്തനം അത് നമ്മൾ ഇന്ന് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ എത്ര കണ്ട് ഈ നന്മ നമ്മൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു ഫള് പറയുന്നു. നോക്കൂ, മർറ റജുലുൻ ബിഗുസ്നി ഷജറത്തിൻ അലാ ലഹരി തരീഖിൻ, ഒരു വഴിയിലൂടെ ഒരു മനുഷ്യൻ നടന്നുപോയി, ഒരു മരത്തിന്റെ ചില്ല അവിടെ കിടക്കുന്നുണ്ട്, ഒരു മരത്തിന്റെ ചില്ല അവിടെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. ഫഖാല, അയാൾ പറഞ്ഞു, വല്ലാഹി ലഉനഹിയന്ന അഹാദ അനിൽ മുസ്ലിമീന ലാ യുദീഹിം, ഞാൻ തീർച്ചയായും അള്ളാഹുവാണ് ഇത് എടുത്ത് ഒഴിവാക്കുക തന്നെ ചെയ്യും, ഒരു മുസ്ലിമിനും ഉപദ്രവം ഉണ്ടാകാത്ത നിലക്ക്. ഫഉദ്ഖിലൽ ജന്ന, ഈ പ്രവർത്തനം മുഖേന അള്ളാഹു എന്ത് ചെയ്തു? ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പറയുന്നത്. നോക്കുങ്ങൾ, ഒരു വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നത് കാരണമായി അവൻ എന്ത് കിട്ടി? സ്വർഗപ്രവേശനം ലഭിച്ചു എന്നാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ നിസ്സാരമായി ആളുകൾ മനസ്സിലാക്കുന്ന, എന്നാൽ അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്വീകാര്യതയുള്ള ഒരു പക്ഷെ സ്വർഗപ്രവേശനത്തിന് പോലും കാരണമാകുന്ന കാര്യമായിരിക്കും എന്ത്? ഈ പറയുന്ന വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക എന്ന് പറയുന്ന കാര്യം. അതിൽപ്പെട്ടതാണ് ഷെയ്ഖ് പറയുന്നു, വമിൻ ഹഖ്ഖി ത്വരീഖി അദ്മു വളഇൽ അദാ ഫീഹി ഔ ഖളാഇൽ ഹാജത്തി ഫീഹി, ഈ പറയപ്പെട്ട വഴിയുടെ അവകാശങ്ങൾപ്പെട്ടതാണ്, ഹക്കിൽപ്പെട്ടതാണ് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന സംഗതി ഒന്നും വഴിയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളത്. മലമൂത്ര വിസർജനം ചെയ്യുക, അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കുക, അല്ലെ? ഇന്നത്തെ കാലത്താണെങ്കിൽ വാഹനവുമായി പോകുമ്പോൾ ചില ആളുകളെ കാണാം, വാഹനം പാർക്ക് ചെയ്യാൻ അവർക്ക് നിശ്ചിതമായ നിർണയിച്ച സ്ഥലം ഉണ്ടാവും, എന്നാലും അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, റോഡിൽ ആളുകൾ പോകുന്ന അല്ലെങ്കിൽ വഴിയിൽ മറ്റു വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടായിക്കൊണ്ട് ചിലപ്പോൾ ആളുകൾ വണ്ടി കൊണ്ട് നിർത്തുന്ന കാണാം, അല്ലെ? എന്നിട്ട് അതുകൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടും, ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കും. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് പണ്ട് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ന് നമ്മുടെ അങ്ങാടിയിൽ റോഡുകളിലൂടെ ഇറങ്ങിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ പല പല രൂപങ്ങൾ. പണ്ട് കാലത്ത് അത് കേവലം മലമൂത്ര വിസർജനം ചെയ്യലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതിന്റെ ഇനങ്ങൾ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കൊണ്ട് നമ്മുടെ വഴിയിൽ ഒരാൾ നടന്നു പോകുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ ആദൽ മുസ്ലിമീന ഫീ തുറുഖിഹിം വജബത് അലൈഹിം ലഅനതുഹും. വളരെ ഗൗരവമുള്ള വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരെങ്കിലും ഒരു മുസ്ലിമിനെ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചാൽ, ഫീ തുറുഖിഹിം, അവരുടെ വഴികളിൽ, അവർ നടന്നു പോകുന്ന അവരുടെ റോഡിലും വഴിയിലും മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചാൽ, വജബത് അലൈഹിം ലഅനതുഹും, അവര് ആ പ്രയാസം കണ്ടിട്ട് അവർ ലഅനത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ അത് നിർബന്ധമാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവർ പിരാകും, അല്ലെങ്കിൽ ശപിക്കും. ആ സമയത്ത് അവരുടെ ശാപം അല്ലെങ്കിൽ അവരുടെ
ആ ദുആ, ഇവനെതിരായിട്ടുള്ള ദുആ അവന് ഫലിക്കും. വജബത് അലൈഹിം ലഅനതുഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത, ഇമാം അൽബാനി സഹീഹ് ആക്കിയിട്ടുള്ള ഹദീസാണ്. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കൊണ്ട് നമ്മൾ പോകുന്ന വഴിയിലൂടെ ഒരു ഉപദ്രവം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ ലഅനൈൻ, രണ്ട് ലഅനത്തുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിക്കുക. അതിലൊന്ന് പറഞ്ഞു, അല്ലദീ യതഖല്ലാ ഫീ തരീഖിൻ നാസി ഔ ഫീ ളില്ലിഹിം, ജനങ്ങൾ നടക്കുന്ന വഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന തണലിൽ പോയിട്ട് എന്ത് ചെയ്യുക, മലമൂത്ര വിസർജനം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് ആദാബ് തരീഖിൽ നമ്മൾ പറഞ്ഞ കഫുൽ അത് നമ്മളന്ന് രണ്ടാമത്തെ ആദാബിൽ നമ്മൾ എണ്ണി പറഞ്ഞു. അതിന്റെ തന്നെ വിശദീകരണത്തിൽ അതിന്റെ ഒരു മറുവശമാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും നമ്മളെ കൊണ്ടൊരു ഉപദ്രവം വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് കാർക്കിച്ച് തുപ്പുന്നതാണെങ്കിലും അതുപോലെ തന്നെ മലമൂത്ര വിസർജനമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമിടുന്നതാണെങ്കിലും അങ്ങനെയുള്ള, അതിന് വാഹനപ്പുറത്താണെങ്കിൽ അങ്ങനെ, നമ്മൾ നടന്നിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും നമ്മളെ കൊണ്ട് ജനങ്ങൾക്ക് വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ പറയുന്നത് വളരെ ഗൗരവമേറിയ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി ഈ വിഷയത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഫത്വ, അതിന്റെ ഒരു അവസാന ഭാഗം കൂടി ഈ റിസാലയുടെ അവസാനത്തിൽ അദ്ദേഹം കൊടുക്കുന്നതാണ്. ഖാല ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയാൻ, ലാ യജൂസു ലിഅയ്യി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും അനുവദനീയമല്ല അൻ യുഖാലിഫ അൻളിമത ദൗലതി ഫി ശഅനിൽ മുറൂർ, ഓരോ നാടുകളും ഓരോ രാജ്യങ്ങളും ട്രാഫിക്കിന്റെ വിഷയത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, വഴിയിൽ പാലിക്കേണ്ട മര്യാദകൾ, ട്രാഫിക്കിൽ പെടും, ബലദീയന്റെ നിയമങ്ങൾ ഉണ്ടാവും, ഇതെല്ലാം അതിൽ പെടും. അത് ഒരു കാരണവശാലും അതിനോട് വിരോധം ആകൽ അല്ലെങ്കിൽ അതിനെതിരാകൽ, അതിൽ ലംഘനം ഉണ്ടാക്കൽ ഒരുത്തിനും പാടുള്ളതല്ല, ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. ലിമാ ഫീ ദാലിക മിനൽ ഖതറിൽ അളീമി അലൈഹി വഅലാ ഗൈരിഹി, അതുമൂലം അവനും മറ്റുള്ളവർക്കും അതുകൊണ്ട് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാവും. വദ്ദൗലത്തു വഫഖഹ അല്ലാഹ് ഇന്നമാ വളഅത് ദാലിക ഹിർസൻ മിൻഹാ അലാ മസ്ലഹത്തിൽ ജമീഅ, ഓരോ നാടും അത് വെച്ചിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെയുള്ള ജനങ്ങൾ, വഴിയിലൂടെ പോകുന്ന മുഴുവൻ ജനങ്ങളുടെയും മസ്ലഹത്ത്, നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഓരോ മുസ്ലിം നാടുകളും ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വറഫഉൽ ദർരി അൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഫലാ യജൂസു ലി അഹദിൻ, ഒരാൾക്കും അനുവദനീയമായ കാര്യമല്ല യുഖാലിഫ ദാലിക, ഈ പറയപ്പെട്ട കാര്യം അതിന് നിയമത്തിനെതിരാകൽ ഒരു കാരണവശാലും പാടുള്ളതല്ല. വൽ മസൂലീന ഉഖൂബത്തു മൻ ഫഅല ദാലിക, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ അത്തരം ആളുകളെ പിടിച്ച് അവർക്ക് ആവശ്യമായ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത്തരം കാര്യങ്ങൾ അവർക്ക് അർഹമായ ശിക്ഷ നൽകണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദാബ് തരീഖുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ടതും വഴിയിൽ നമ്മൾ പാലിക്കേണ്ടതായ ആദാബുകളും, അതുപോലെ മൊത്തം നമ്മൾ ആളുകളോട് പെരുമാറുമ്പോഴും ജനങ്ങളോട് ഇടപഴകുമ്പോഴും പാലിക്കേണ്ടുന്ന അഖ്ലാഖുകൾ, അത് നമ്മൾ പഠിക്കുകയും നമ്മുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഇടപാടിലും നമ്മൾ കൊണ്ടുവരികയും, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 4 കാര്യങ്ങൾ, 4 ഹദീസിൽ പറഞ്ഞ ആ 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇടപാടുകൾ ഉൾപ്പെടുത്തുകയും ചെയ്താൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമുക്ക് മാറാൻ സാധിക്കും. അള്ളാഹു റബ്ബുൽ ആലമീൻ അത്തരത്തിൽ ഏറ്റവും നല്ല ഉയർന്ന സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, മുഅ്മിനീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കുകയും അവരുടെ പരലോക ജീവിതം നന്നാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ ഷിഫാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഏറ്റവും നല്ല അവൻ്റെ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശരിയായ അഖീദയിലും ശരിയായ മൻഹജിലും ശരിയായ അഖ്ലാഖിലുമായി ജീവിച്ച് ഏറ്റവും നല്ല അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعنا على ذكرك وشكرك وحسن عبادتك وتوفيق إطاعتك وإيمانك يا الله. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.